ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബെത്ലഹേം ബൈറ്റ്സ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ സൈലോട്ട്, അതായത് ഒരു ടെറിഡോഫൈറ്റ് മെമ്പറായ സൈലോട്ടത്തിൻ്റെ സ്പൊറോഫിറ്റിക് പ്ലാന്റ് ബോഡിയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇനി ഈ സൈലോട്ടത്തിൻ്റെ റീപ്രൊഡക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സൈലോട്ടത്തിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈലോട്ടം പ്രധാനമായും രണ്ട് രീതിയിൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെയും മറ്റൊന്ന് അസെക്ഷുവൽ റീപ്രൊഡക്ഷനിലൂടെയും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ പറയുകയാണെങ്കിൽ പ്രധാനമായും രണ്ട് രീതിയിലാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ജെമ്മെ, ത്രൂ ജെമ്മെ വഴിയും, പിന്നെ ഒന്ന് ഡെത്ത് ഓഫ് ഓൾഡർ പാർട്ട് ഓഫ് റൈസോം. ജെമ്മ എന്ന് പറയുന്നത് ഒരു റൈസോമിലുണ്ടാകുന്ന ഒരു ഓവൽ ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഇറ്റ് ഈസ് റിച്ച് ഇൻ സ്റ്റാർച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓവൽ ഷേപ്പ് സ്ട്രക്ചർ റൈസോമിൽ ഫോം ചെയ്യുകയും അത് പിന്നെ ഡിറ്റാച്ച് ചെയ്ത് ഒരു പുതിയ പ്ലാന്റായിട്ട് മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് രണ്ടാമത്തെ കേസ് പറയുകയാണെങ്കിൽ ഈ റൈസോമിൻ്റെ ഓൾഡർ പാർട്ട് ഡെത്ത് സംഭവിക്കുകയും പിന്നെയുള്ള ന്യൂ യങ് പാർട്ട് പുതിയൊരു ഡിറ്റാച്ച് ചെയ്ത് പുതിയൊരു പ്ലാന്റായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ ഈ രണ്ട് രീതിയിലാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരിതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ നടക്കുന്നത് സ്പോർ ഫോർമേഷൻ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സ്പോർ എന്ന് പറയുന്നത് ഇവിടെ സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്പൊറാൻഷിയാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സൈലോട്ടം ദാറ്റ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് സിനാൻഷിയം. ഇനി ഈ സിനാൻഷ്യത്തിനകത്താണ് അല്ലെങ്കിൽ സിനാൻജിയുടെ അകത്താണ് സ്പോർസ് ഇരിക്കുന്നത്. ഇവിടുത്തെ സ്പോർ എന്ന് പറയുന്നത് ഹോമോസ്പോറസ് ആണ്. ഹോമോസ്പോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോർസ് ആർ അലൈക്ക്, ഒരുപോലെ ഇരിക്കുന്ന സ്പോർസുകൾ ഉള്ളവരെയാണ് നമ്മൾ ഹോമോസ്പോറസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ സ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്പോർസ് ഡെവലപ്പ് ചെയ്യുന്ന ആദ്യം ഈ സിനാൻജിയൽ ഇനിഷ്യൽസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ഔട്ടർ ജാക്കറ്റ് സെൽസും ഇന്നർ ആർക്കിസ്പോറിയൽ സെൽസും ഡെവലപ്പ് ചെയ്യും. ഈ ഔട്ടർ ജാക്കറ്റ് സെൽസ് ഈ സ്പോറിൻ്റെ വോളായിട്ട് രൂപപ്പെടുകയും ഇന്നർ ആർക്കിസ്പോറിയൽ സെൽസ് സ്പോർ മദർ സെല്ലും പിന്നീട് സ്പോർസുകളായി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് സ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത് എങ്ങനെയാണ് സ്പോർസ് ലിബറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സിനാൻഷ്യത്തിനകത്താണല്ലോ സ്പോർസ് ഇരിക്കുന്നത്. ആ സിനാൻഷ്യത്തിനകത്ത് സിനാൻജിയം സ്പ്ലിറ്റ് ചെയ്ത് ഈ സ്പോർസ് ലിബറേറ്റ് ചെയ്താണ് സ്പോർസ് വെളിയിൽ വരുന്നത്. ഇത് ഡെഹിസെൻസ് ഓഫ് സിനാൻഷ്യത്തിൽ അതാണ് പറയുന്നത്. ദെൻ ഈ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടായ ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇനി അടുത്ത് നമ്മൾ ഗാമറ്റോഫൈറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഗാമറ്റോഫൈറ്റായിട്ട് മാറുന്നു. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു താലസ് ലൈക്ക് സ്ട്രക്ചറുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രോതാലസ്. അപ്പം ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ് പ്രോതാലസ്. ഒരു സ്മോൾ താലസ് ലൈക്ക് സ്ട്രക്ചറാണ്, ദാറ്റ് ഈസ് നോൺ ആസ് പ്രോതാലസ്. ഇനി നമുക്കറിയാം ഇതിൻ്റെ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആന്ത്രീഡിയവും ആർക്കിഗോണിയവും ആണ്. ആന്ത്രീഡിയം എന്ന് പറയുന്നത് മെയിൽ സെക്സ് ഓർഗനും ആർക്കിഗോണിയ എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഓർഗനാണ്. ഈ ടേം നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് പരിചിതമായ ടേമാണ്. ആന്ത്രീഡിയ മെയിൽ സെക്സ് ഓർഗനാണ്, ആർക്കിഗോണിയ എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് ഓർഗനാണ്. ഇനി ആന്ത്രീഡിയയിൽ നിന്ന് എങ്ങനെയാണ് ആന്ത്രോസോയിഡ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ആന്ത്രീഡിയയിൽ രണ്ടായിട്ട് മാറി ഔട്ടർ ജാക്കറ്റ് സെല്ലും ആൻഡ്രിഗോണിയൽ സെൽസും ഡെവലപ്പ് ചെയ്യുന്നു. ഇന്നർ ആൻഡ്രിഗോണിയൽ സെൽസും ഔട്ടർ ജാക്കറ്റ് സെൽസുമായി മാറുന്നു. ഈ ജാക്കറ്റ് സെൽസിൽ നിന്ന് വോൾ ഉണ്ടാവുകയും ആൻഡ്രിഗോണിയൽ സെൽസിൽ നിന്ന് ആന്ത്രോസോയിഡ് മദർ സെല്ലും ഫൈനലി ആന്ത്രോസോയിഡും ഉണ്ടാകുന്നു. ദെൻ ആർക്കിഗോണിയ, ഫീമെയിൽ സെക്സ് ഓർഗനായ ആർക്കിഗോണിയയിൽ ഉണ്ടാകുന്ന മാറ്റം, അതും ഇതുപോലെ ഔട്ടർ ആൻഡ് ഇന്നർ വോളായിട്ട് മാറുന്നു. ഔട്ടർ പ്രൈമറി കവർ സെല്ലും ഇന്നർ സെൻട്രൽ സെൽസും ഉണ്ടാകുന്നു. ഔട്ടർ കവർ സെൽസിൽ നിന്ന് നെക്ക് ഇനിഷ്യലും ദെൻ ആർക്കിഗോണിയൽ നെക്കും ഉണ്ടാകുന്നു. സെൻട്രൽ ഇന്നർ സെൽസിൽ നിന്ന് രണ്ടായി മാറി അത് നെക്ക് കനാൽ സെല്ലും വെൻട്രൽ സെൽസുകളായി മാറുന്നു. ദെൻ വെൻട്രൽ സെൽസാണ് എഗെയിൻ രണ്ടായിട്ട് മാറി വെൻട്രൽ കനാൽ സെൽസും പിന്നെ ഒരു എഗ്ഗുമായി മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സെക്സ് ഓർഗൻസിൻ്റെ അൾട്ടിമേറ്റ് ഗാമറ്റ് എന്ന് പറയുന്നത് മെയിലിനാണെങ്കിൽ ആന്ത്രോസോയിഡ്സും ഫീമെയിലിനാണെങ്കിൽ എഗ്ഗുമാണ്. അപ്പം ഫൈനലി അതിൻ്റെ ഫെർട്ടിലൈസേഷനിലോട്ട് വരുമ്പോൾ ഈ ആന്ത്രോസോയിഡ്സ് ഫ്രം ദി ആന്ത്രീഡിയയിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന ആന്ത്രോസോയിഡ് സ്വിം ചെയ്ത് ആരിലോട്ടെത്തും? ആർക്കിഗോണിയയിലെത്തും. ആർക്കിഗോണിയയിൽ ആരുമായിട്ടാണ് ഫ്യൂസ് ചെയ്യേണ്ടത്? എഗ്ഗുമായിട്ടാണ് ഫ്യൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ ആന്ത്രോസോയിഡ്സ് ആർക്കിഗോണിയയിലെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫൈനലി എന്തുണ്ടാകുന്നു? സൈഗോട്ട് ഉണ്ടാകുന്നു. ഈ ഉണ്ടാകുന്ന സൈഗോട്ട്
രണ്ടായി ഡിവൈഡ് ചെയ്ത് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് എപ്പിബേസൽ സെൽസും ഹൈപ്പോബേസൽ സെൽസുകളായി മാറുന്നു. ഈ എപ്പിബേസൽ സെൽസുകളിൽ നിന്നാണ് ഷൂട്ട് രൂപപ്പെടുകയും ഹൈപ്പോബേസൽ സെല്ലുകളിൽ നിന്നാണ് റൂട്ട് രൂപപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു അൾട്ടിമേറ്റ് ഒരു പ്ലാന്റായി മാറുന്നത്, ഒരു സൈലോട്ടമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ സൈലോട്ടത്തിൻ്റെ ലൈഫ് സൈക്കിളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ റീപ്രൊഡക്ഷൻ പറഞ്ഞു അത് വെജിറ്റേറ്റീവ്ലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ത്രൂ ജെമ്മെ ആൻഡ് ഡെത്ത് ഓഫ് ഓൾഡർ പാർട്ട് ഓഫ് റൈസോം. അപ്പോൾ ജെമ്മെ വഴിയും ഒന്നുകിൽ ഡെത്ത് ഓഫ് ഓൾഡർ പാർട്ട് ഓഫ് റൈസോം പോയിട്ട് അതിൻ്റെ യങ് പാർട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ വഴി നടക്കുന്നത്. ഇനി അടുത്തതിൻ്റെ സൈലോട്ടത്തിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം സൈലോട്ടം അതിൻ്റെ സ്പോഴ്സ് പ്രസൻ്റ് ആയിരിക്കുന്നത് ഒരു സ്പൊറാഞ്ചിയത്തിനകത്താണ്. ദാറ്റ് സ്പൊറാഞ്ചിയം ഈസ് നോൺ ആസ് സിനാഞ്ചിയം അല്ലേ. ആ സിനാഞ്ചിയത്തിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന് അതിൽ നിന്ന് സ്പോഴ്സുകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ സ്പോഴ്സാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്പോഴ്സാണ് ജെർമിനേറ്റ് ചെയ്ത് സ്മോൾ താലസ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് പ്രോതാലസ്. അത് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. ആ പ്രോതാലസിൽ നിന്നും നമ്മുടെ ആന്ത്രീഡിയവും ആർക്കിഗോണിയവും ഡെവലപ്പ് ചെയ്യുന്നു. ആന്ത്രീഡിയം എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗനാണ്, ആർക്കിഗോണിയം എന്ന് പറഞ്ഞാൽ ഫീമെയിൽ സെക്സ് ഓർഗനാണ്. ഈ ആന്ത്രീഡിയവും ആർക്കിഗോണിയവും ഫ്യൂസ് ചെയ്ത് നമുക്ക് സൈഗോട്ട് ഉണ്ടാകും. ഈ സൈഗോട്ടാണ് പിന്നീട് ഡിവിഷൻ നടന്ന് ഒരു കംപ്ലീറ്റ് സൈലോട്ടമായി മാറുന്നത്. ഇതാണ് ദ ലൈഫ് സൈക്കിൾ ഓഫ് സൈലോട്ടം. അപ്പം നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോയിൽ സൈലോട്ടത്തിൻ്റെ മോർഫോളജിക്കൽ സ്പോറോഫിറ്റിക് പ്ലാന്റ് ബോഡീനെ കുറിച്ച് പഠിച്ചു. പിന്നെയുള്ള ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ റീപ്രൊഡക്ഷനാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.